അടുത്ത ഇത് 2016 ബൊലേറോ മാക്സി ട്രക്ക് പ്ലസ് ആണ്. പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന ടൈപ്പ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം പുതിയത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ടയർ 2 പുതിയ ഇട്ട് കൊടുക്കാം. 2 ടയർ കുറവുണ്ട്, 2 ടയർ പുതിയ ഇട്ട് കൊടുക്കാം. 2016 ആപ്പെ. ഇതിന് 1 വർഷം ടെസ്റ്റ് 2026 2 മാസം വരെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഇത് 2015 12 മാസം മാക്സിമം മിനി വാൻ VX ഡബിൾ ഡോർ ബാക്ക് ഡബിൾ ഡോർ വണ്ടിയാണ്. 2019 സിപ്പാണ്, സിപ്പ് എക്സൽ, ടാറ്റ സിപ്പ് എക്സൽ ആണ്. ഇതും പുതിയ പേപ്പറാണ്, എല്ലാ പേപ്പറും പുതിയതാണ്. ഇൻഷുറൻസ് തീർന്ന് നടക്കുക, ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. അടുത്ത ഇത് മഹീന്ദ്ര സുപ്രോ ആണ്. 2017 വണ്ടി. ഇത് 5 ഗിയർ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്, മാക്സി ട്രക്കാണ്. സുപ്രോ മാക്സി ട്രക്ക് 5 ഗിയർ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്, ഒറ്റ ഓണർ വണ്ടിയാണ്. ഡോസ് കവറിംഗ് ബോഡി 2017 പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള ടൈപ്പ്. ഡോസ് സ്ട്രോങ് ആണ്. 2017 2 മാസം സൂപ്പറൈസ് മിൻറ്റ് കവറിംഗ് ബോഡിയാണ്, പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള ടൈപ്പാണ്. 2016 മോഡലുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറയുന്നത് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളെല്ലാ മാസവും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. ABL ട്രക്സ് ഹബ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇഷ്ടംപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, ചെറുതും വലുതും ഒക്കെ കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരു വെള്ളി മൂങ്ങയും കിടപ്പുണ്ട്. അപ്പോൾ അതും നോക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അത്യാവശ്യം പുതിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടികളൊന്നും ഞാൻ ഇതുവരെയും കണ്ടില്ല. അപ്പോൾ എല്ലാം പുതിയ സ്റ്റോക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല നല്ല വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ അണ്ണാ നമസ്കാരം. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടികൾ വല്ല ഇവിടെ കിടപ്പുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടി 1-2 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് ഇത്തവണ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ വണ്ടി എത്ര രൂപയുടെ ആയിരിക്കും? ഇപ്പം നമ്മുടെ ഉള്ളത് ലോ പ്രൈസ് വണ്ടി ഒരു വെള്ളിമൂങ്ങ കിടപ്പുണ്ട്. അതും സ്റ്റാർട്ടിങ് ഇപ്പം നമ്മുടെ ഉള്ളതിൽ 150 മുതലാണ് വണ്ടി സ്റ്റാർട്ടിങ്. 150 വെള്ളിമൂങ്ങ അല്ല, ആപ്പെ. അപ്പോൾ 150 തൊട്ടുള്ള മേളിലോട്ടുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് വണ്ടികളാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. നമ്മുടെ വണ്ടികളിൽ എല്ലാം പുതിയ പേപ്പറായിരിക്കും. അഥവാ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ നേരത്ത് പെൻഡിങ് തീർത്ത് കൊടുക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ പെയിന്റും കാര്യമൊക്കെ ചെയ്തിട്ടേക്കും. നമ്മൾ നോക്കുന്നത് കസ്റ്റമർക്ക് അന്നുള്ള പേപ്പർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്ക് നഷ്ടമാണ് പേപ്പർ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അവർ കസ്റ്റമർ വന്ന് വണ്ടി റെഡിയായി കഴിഞ്ഞാൽ, അവർക്ക് റെഡിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്വാൻസ് വാങ്ങിക്കുക, പിന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അന്നോട്ടുള്ളത് കിട്ടുകയും ചെയ്യുമല്ലോ, അന്നുള്ള പേപ്പർ അവർക്ക് കസ്റ്റമർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ വണ്ടികൾ നോക്കാം. ഇത് ടാറ്റ ഐറിഷ് ആണ്. 2014 വണ്ടി. 14-12 മാസം വണ്ടി. ഇൻഷുറൻസ് പുതിയ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. വൃത്തിയാക്കി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓട്ടം 1,20,000 ഓടിയിട്ടുണ്ട്. വണ്ടി ഒന്നും ചെയ്തില്ല, വന്ന കണക്ക് കിടക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. കഴുകി വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റീരിയോ ഉണ്ടായിരുന്നോ? സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. അതുണ്ട്. ഇരിപ്പുണ്ട്. റെഡി ഇരിപ്പുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ വെച്ച് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കും. ബാക്ക് ടയർ നല്ല ടയറാണ്. ബാക്കിൽ റീസോൾ ടയറാണ്, കട്ട ടയറാണ്. കട്ടയാണ് അത്, റീസോൾ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് 1,85,000 രൂപ. 1,85,000. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? അല്ല, ഇത് ഇങ്ങനെയുള്ള വണ്ടിക്കാരൊന്നും പ്രശ്നമുള്ളതല്ല. ഇല്ല. 2019 സിപ്പാണ്, സിപ്പ് എക്സൽ, ടാറ്റ സിപ്പ് എക്സൽ ആണ്. ഇതും പുതിയ പേപ്പറാണ്, എല്ലാ പേപ്പറും പുതിയതാണ്. ഇൻഷുറൻസ് തീർന്ന് നടക്കുക, ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ടയേഴ്സ് എല്ലാം നല്ല ടയറാണ്, എല്ലാം പുതിയ ടയറെല്ലാം പുതിയതാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റർ ആണ് അത്, കറക്റ്റ് കിലോമീറ്റർ. വണ്ടിയെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടേക്കുക. അതിപ്പോൾ ഇവിടെ റോഡ് സൈഡായിട്ട് പൊടിയും വേറെ പ്രശ്നമൊക്കെ ആയിട്ട് അല്ല, വണ്ടിക്കാകവേ സീറ്റ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ഓവറോൾ വണ്ടി കണ്ടിട്ട് നല്ല കണ്ടീഷൻ വണ്ടിയായിട്ടുള്ളൊരു ഫീലുണ്ട്. അതെ, വണ്ടി വൃത്തിയായിട്ട് നയിക്കാം. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ഇതിന് നമുക്ക് ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കാം.
എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ വില 1,85,000 തന്നെയാണ്. ഇതിന് 1,35 ഫിനാൻസ് കിട്ടും ഈ വണ്ടിക്ക്. 1,35 ഫിനാൻസ് കിട്ടും. അപ്പോൾ ഒരു 50 രൂപ നമുക്ക് എടുക്കാം. 50 രൂപ ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. മാസം അടവ് എങ്ങനെയായിരിക്കും വരുന്നത്? 1,00,000 രൂപയ്ക്ക് 3,600 രൂപ വെച്ച് 36 മാസം അടയ്ക്കണം. 1,00,000 രൂപയ്ക്ക്. 1,00,000 രൂപയ്ക്ക്. അതെ, 3 വർഷത്തേക്കാണെങ്കിൽ 36 മാസമാണെങ്കിൽ. അത് സൂപ്പർ ക്യാരിയാണ്. മാരുതി സൂപ്പർ ക്യാരി ഡീസലാണ്. 2017 മോഡൽ. 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പറെല്ലാം പുതിയതാണ്. 2 ടയർ പുതിയതുണ്ട്, 2 റീസോൾ ടയറുണ്ട്. അത്യാവശ്യം വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഒറ്റ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ വില നമുക്ക് 3,20,000 രൂപയാണ് വില. 2,60 വരെ ഫിനാൻസ് കിട്ടും ഈ വണ്ടിക്ക്. 2,60 വരെ? അതെ, 3,20 എൻ്റെ വണ്ടിയുടെ വില. 3,20. അതെ. അപ്പോൾ ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. 60 രൂപ ഉണ്ട് ഈ വണ്ടി ഇറക്കാം. ഇതിന് സ്റ്റീരിയോ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല? അല്ല, അതിനകത്തില്ല, വണ്ടിയിലില്ല. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടി? മൈലേജ് ഇതിന് 22 മൈലേജാണ് പറയുന്നത്. ഡീസലാണ്. ലോഡ് ഉൾപ്പെടെയാണോ അല്ലാതെ? ലോഡ് ഉൾപ്പെടെയാണ്. ഭയങ്കര ലോഡിൽ അവർ പറയുന്നെങ്കിലും അവർ പറയുന്നത് 900 കിലോ ആണ്. പക്ഷേ നമ്മൾ കേട്ടുന്നതിന് മുകളിലൊക്കെ ആയിരിക്കും. ഓ, അങ്ങനെ. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു 18 പ്രതീക്ഷിച്ചാൽ മതി. അത്രയും നോക്കിയാൽ മതി. വേറെ റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. അടുത്ത ഇത് മഹീന്ദ്ര സുപ്ര ആണ്. 2017 വണ്ടി. അത് 5 ഗിയർ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. മാക്സി ട്രക്കാണ്. സുപ്ര മാക്സി ട്രക്ക് 5 ഗിയർ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ഒറ്റ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ അത്യാവശ്യം ടയറൊക്കെ നല്ല ടയറാണ്. പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, എല്ലാ ഭാഗമുണ്ട്. ബാക്ക് ടയർ നല്ല ടയർ. ഒരു ആവറേജ് താഴെയുള്ളൂ അല്ലേ? അതെ, ആവറേജ് ടയറുണ്ട്. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ ആയാലും സീറ്റ് കവേഴ്സ് ആയാലും വണ്ടിക്കകം മൊത്തത്തിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. റൂഫ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എത്രയായിട്ടാ ചോദിക്കുന്നത്? ഇതിൻ്റെ വില 3,20,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിനും 2,25,000 രൂപ, 2,30 വരെയൊക്കെ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. അതെ. 3 വർഷമല്ലേ കിട്ടുള്ളൂ? 3 വർഷത്തേക്ക്. 3 വർഷം. അതെ. അടുത്തത് മഹീന്ദ്ര ബൊലേറോ മാക്സി ട്രക്ക് പ്ലസ് ആണ്. 2018 മോഡൽ. സിംഗിൾ ഓണർ. ടയറാണല്ലോ. ടയർ ഇതിന് 2 ടയറേ കൊള്ളാവും. ബാക്കി കുറച്ച് കുറവാണ് ടയർ. ഒറ്റ ഓണർ. പേപ്പറെല്ലാം പുതിയതാണ്. ബാക്ക് ടയർ ആവറേജ് ടയർ. നമ്മുടെ വണ്ടികളൊക്കെ ഒട്ടുമിക്ക വണ്ടികളും പേപ്പറെല്ലാം പുതിയതായിരിക്കും. പുതിയതെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, എടുത്ത് കൊടുക്കും നമ്മൾ. കസ്റ്റമർ വരുമ്പോൾ നമ്മൾ അന്ന് മുതലുള്ള പേപ്പർ എടുത്ത് കൊടുക്കും. ഇതിൻ്റെ വില നമുക്ക് 5,20,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഏകദേശം ഈ വണ്ടിക്കോ അന്ന് 18 ഈ വണ്ടിക്ക് 5,90 വണ്ടി വിലയാണ്. അന്നെല്ലാം കൂടെ 6,80 ആവത്തേ ഉള്ളൂ. പിന്നെന്താണ്? പക്ഷേ ഇപ്പോൾ BS6 വണ്ടിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് BS6 വണ്ടിയിൽ പൊതുവേ കംപ്ലൈൻറ്റും ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് BS4 വണ്ടികൾ വില കയറി വരുന്നത്. അങ്ങനെ കയറുന്നതാണ്. ടയറൊക്കെ ടയർ 2 ടയർ കൊള്ളാം. ഇതിൻ്റെ വില 5,20,000. നമുക്ക് ഇതിന് 5 രൂപ വരെയൊക്കെ ഫിനാൻസ് കൊടുക്കാം. അപ്പോൾ ഫുൾ ഫിനാൻസ് ഈ വണ്ടിക്ക് 5 രൂപ വരെയൊക്കെ ഫിനാൻസ് കിട്ടും. നല്ല ട്രാക്ക് ഉള്ളവരാണെങ്കിൽ 5 രൂപയും കിട്ടും. 5,20,000 ചോദിക്കുന്നത്. 5,20,000 രൂപയാണ് ഇതിൻ്റെ വില. 5 രൂപ വരെയും വരും. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ട്രാക്കുള്ള കസ്റ്റമറാണെങ്കിൽ 5 പൈസയും ചിലവില്ലാതെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ചെറിയൊരു ബാർഗനിങ് കഴിയുമ്പോൾ ആണല്ലോ, ബിസിനസ് ആണല്ലോ അത്. തീർച്ചയായിട്ടും. അത് ഞാൻ പറയുന്നത് നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറക്കാൻ പറ്റും. ഒരു പൈസ പോലും ഇല്ലാതെ വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത ഇത് 2014 മാക്സിമം പ്ലസ് ആണ്. ഇതും പേപ്പേഴ്സൊക്കെ പുതിയതാണ്. പുതിയ ചെയ്ത് കൊടുക്കും. 2 ടയർ പുതിയതിടും. ഇപ്പോൾ ടയർ ഇതിനകത്ത് മോശമാണ്. 2 ടയർ പുതിയതിട്ട് ബാക്കി കുറച്ച് വർക്ക് കൂടെ ചെയ്യാനുണ്ട്. അത് വർക്കൊക്കെ ചെയ്ത് അതിനകത്ത് സ്റ്റീരിയോ ഉണ്ട്. സ്റ്റീരിയോ ഒക്കെ വെച്ച് അതിൻ്റെ ബാക്കി വർക്കും കൂടെ തീർത്ത് ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം പുതിയതാണ്. ഈ കിടക്കുന്ന ടയർ അതിന് സ്റ്റെപ്പിനി അല്ല, അതിനകത്ത് 2 ടയർ പുതിയ നിറച്ചിട്ട് ഫ്രണ്ടിലിടും. എന്നിട്ട് അതിൽ കിടക്കുന്ന പറഞ്ഞാൽ സ്റ്റെപ്പിനി ആക്കും. ഇത് ടയർ ഇടാനുള്ള ഇപ്പോൾ കൊണ്ട് ഇടാൻ പോകുള്ളൂ. എന്തോ ഓടിയിട്ടുണ്ട് ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഡീസൽ മാക്സിമം പ്ലസ് ഡീസൽ. ഇതിന് 2 സൈഡ് ഓപ്പൺ ആണ്.
ഈ ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ ആണ്. ആ, രണ്ട് സൈഡ് ഓപ്പൺ ആണ്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ വില 2,20,000 രൂപയാണ്. ഇതിന് 1,60,000 ഫിനാൻസ് കിട്ടും. 1,60,000. അതെ. ഇത് 2014 ഫോഴ്സ് ട്രാവലർ 3050 കട്ട്സേസ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഇതും ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത്, എല്ലാ ഭാഗം പേപ്പറും പുതിയതാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഒരേ അഡ്രസ്സിൽ തന്നെ മാറിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർ ഒരേ അഡ്രസ്സ്. ചേട്ടാനിജന്മാർ അങ്ങനെ ആയിരിക്കും? ആ, അല്ല, ഇപ്പം വൈഫിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. ഭാര്യയുടെ പേരാണ് ഇപ്പോൾ ഉള്ളത്. ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെ പേരോട് മാറിയിട്ടില്ല. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയോ? സ്റ്റീരിയോ ഒന്നുമില്ല അതിനകത്ത്. അതൊന്നും അവർ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഇളക്കി മാറ്റത്തില്ല. നമ്മൾ മാക്സിമം ആഡ് ചെയ്യത്തേ ഉള്ളൂ, കുറയ്ക്കത്തില്ല. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം. ടയർ 2 പുതിയ ടയർ ഇട്ട് കൊടുക്കും. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഇട്ട് കൊടുക്കും. ബാക്ക് ടയർ ആവറേജ് കൂടുതൽ. എബോ ആവറേജ് ഉണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയാണ്. നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. മൊത്തം പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു. ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടേക്കാണ്. നമ്മൾ കസ്റ്റമർ വന്നാൽ അന്ന് പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു പാടുകൂടി ഇനി ഉള്ളൂ. ആ, അല്ലാതെ അന്ന് കസ്റ്റമർക്ക് അന്ന് മുതലുള്ള പേപ്പർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടേക്കുന്നത്. ഈ വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് എല്ലാ വർക്കുകളും പ്ലാറ്റ്ഫോമിലൊക്കെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 5,50,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിന് 4 രൂപ 4,15 രൂപ വരെയൊക്കെ ഫിനാൻസ് കിട്ടും. ഓടിയോ എത്ര നമ്മൾ പറഞ്ഞായിരുന്നു? ഓടിയ 1,10,000 കിലോമീറ്റർ ഓടി. 1,10,000. ഇത് 2012 ദോസ്ത് പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ്. ആ, ടയേഴ്സ് ഇത് കട്ട ടയറാണോ കിടക്കുന്നത്? ആ, അതിൽ രണ്ട് ടയർ പുതിയ ഉണ്ട്, 2 റീസോൾ ടയറാണ്. ഈ കട്ട ടയർ മാർക്ക് കൊടുക്കൂ? ഇല്ല, അത് ബാക്കിലേക്ക് ഇടും. ഇപ്പം അത് ബാക്കിലേക്ക് തള്ളും. ഇപ്പോൾ വണ്ടി വന്നിട്ട് സർവീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ച് വർക്കുണ്ട്. വർക്കാ സർവീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വർക്ക് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി സർവീസ് ചെയ്തിട്ടേ ഉള്ളൂ. ആ, ബാക്കിൽ പുതിയ ടയറാണ്. ബാക്കിൽ പുത്തൻ ടയറാണ് നടക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനത്തെ വണ്ടിയിൽ അത് വലിയ ചോദ്യമല്ല, ബാധകമല്ല. അല്ല. എന്നാലും എത്ര ചോദിക്കുന്നത്? എത്ര? ഇതിന് 2,60,000 രൂപയാണ് വില. 2,15,000 രൂപ ഫിനാൻസ് കിട്ടും. എന്തോ ഓടിയിട്ടുണ്ട്? 1,38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കൊല്ലം അഡ്രസ്സിന്. ഇത് 2015 12-ാം മാസം മാക്സിമം മിനി വാൻ VX ഡബിൾ ഡോർ, ബാക്ക് ഡബിൾ ഡോർ വണ്ടിയാണ്. നല്ല ടയറാണ്. ടയർ 4 പുത്തൻ ടയറാണ്. ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. വണ്ടി കഴിയാനുണ്ട്. വണ്ടിക്കകം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഓരോ വണ്ടി നല്ല നല്ല പണിതിട്ടൊക്കെയാണ്. സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഡീസലല്ലേ? ഡീസൽ. മൈലേജ് എന്ത് കിട്ടും ഇതിന്? മൈലേജ് ഇതിന് 20 കിട്ടും. നമുക്കൊരു സ്കൂൾ ട്രിപ്പൊക്കെ ഓടുന്നവർക്കൊക്കെ ഉപകരിക്കില്ലേ? ഉപകാരമുള്ള വണ്ടിയാണ്. അങ്ങനെയുള്ള വണ്ടിയാണ് ഇത്. കൂടുതലും അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പെയിൻറ്റിങ് വർക്കും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിന് 2,20,000 രൂപയാണ് ഇതിൻ്റെ വില. ഈ വണ്ടിക്ക് മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 20 കിട്ടും. 22 അവർ പറയുന്നെങ്കിലും 20 മൈലേജ് പ്രതീക്ഷ. 20 കിട്ടും. നല്ല ടയറാണ്. എല്ലാ ടയറും മാറിയിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതിനകത്ത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് അഡ്വാൻസ് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ലോൺ കിട്ടുമോ? ലോൺ ഈ വണ്ടിക്ക് ലോൺ കിട്ടും. 1,60,000 രൂപ 1,70,000 വരെ കിട്ടും. ഈ വണ്ടി ദോസ്ത് കവറിംഗ് ബോഡി 2017 ആണ്. പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള ടൈപ്പ്. ദോസ്ത് സ്ട്രോങ് ആണ്. ഡീസൽ. ഡീസൽ. ഈ 4 നെറ്റ് എന്ന് പറയും. സ്ട്രോങ്. 4 പുത്തൻ ടയറുണ്ട്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ, ഒറ്റ ഓണർ വണ്ടി. 1,45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ? അതൊക്കെ ജെനുവിൻ കിലോമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ഒന്നിനകത്ത് നിർത്തണ്ടേ? അല്ല, ഇങ്ങനത്തെ വണ്ടിയൊക്കെ എന്നെ സംബന്ധിച്ചോളം കിലോമീറ്റർ തൊട്ടുള്ള കളിയില്ല. ഇവിടെ എൻ്റെ 2-ന് മുകളിൽ ഓടിയ വണ്ടിയോട് കിടപ്പുണ്ട്. അതൊക്കെ അതുപോലെ കിടക്കും. അങ്ങനെ തന്നെ വിൽക്കുകയും ചെയ്യും. വണ്ടി ക്വാളിറ്റി ആണെങ്കിൽ കിലോമീറ്റർ വിഷയമില്ല. വണ്ടി മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ 1 കിലോമീറ്റർ വിഷയമല്ല. ഓടുന്നതനുസരിച്ച് വണ്ടി കറക്റ്റ് സർവീസ് ചെയ്താൽ പോരെ. ബാക്ക് ഓപ്പൺ അല്ലേ? ബാക്ക് ഓപ്പൺ.
ആഹാ മാറി ടയറൊക്കെ അതി കിടക്കും. മാറി ടയർ ഇതിൽ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. പെയിന്റിങ് ഒക്കെ മണം ഇപ്പോഴും ഉണ്ടല്ലോ. ചെയ്തേ ഉള്ളോ? ഇപ്പം ഞാൻ ചെയ്തു. എത്ര ചോദിക്കുന്നേ? ഇത് 4,60,000 രൂപയാണ് ഇതിൻ്റെ വില. 4,00,000 ലക്ഷം രൂപ വരെയൊക്കെ ഇതിന് ലോൺ കിട്ടും. ആ 2016 ആപ്പെ. ഇതിന് 1 വർഷം ടെസ്റ്റ് 2026 2-ാം മാസം വരെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കാം, ടാക്സും പുതിയ എടുത്ത് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി ഇവിടെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കും, കഴുകി വൃത്തിയാക്കി തന്നെ കൊടുക്കും. വണ്ടി ഡെലിവറി കൊടുക്കും, കഴുകി വൃത്തിയാക്കി കൊടുക്കും. ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ടയർ 2 റീസോൾ ടയർ, പിന്നെ ഒറ്റ കൊണ്ട് വണ്ടി. ഇത് കൂടാതെ എൻ്റെ കയ്യിൽ 2018 ആപ്പെ LD എക്സ്ട്രാ LD നിൽപ്പുണ്ട്. 2018 വണ്ടി. ഇത് എത്ര? ഇതിൻ്റെ വില 1,50,000 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പം ഈ പറഞ്ഞ വണ്ടിയുടെ അത് 2018 വണ്ടിയാണ്. വൈറ്റ് കളർ നല്ല വണ്ടിയാണ്, വൃത്തിയുള്ള വണ്ടിയാണ്. അതിൻ്റെ വില 1,85,000. അതും ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2017 2-ാം മാസം സൂപ്പർവൈസ് മിൻറ്റ് കവറിംഗ് ബോഡിയാണ്. പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള ടൈപ്പാണ്. 2016 മോഡലുള്ളൂ. 2 ടയർ പുതിയതുണ്ട്. പെട്രോളോ ഡീസൽ? ഡീസൽ. സൂപ്പർവൈസ് പെട്രോൾ ഇറങ്ങിയിട്ടില്ല. മൈലേജ് എന്താണ് ഇതിന്? മൈലേജ് ഇതിന് കമ്പനി പറയുന്നത് 16 ആണ്, പക്ഷെ ഒരു 14 പ്രതീക്ഷിച്ചാൽ മതി. ലോഡും കൂടി ലോഡിലുള്ള കാര്യം പറയാം. അതെ. ഇത് മിൻ്റാണ്. ഒരു മൈലേജ് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് മിൻ്റ് ഇറക്കിയേക്കുന്നത്. വണ്ടിക്ക് അടിയൊക്കെ കൊള്ളാം, വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ വില 2,60,000 രൂപയാണ് വില. ഇതിന് 2,40,000 വരെ ലോൺ കിട്ടുകയും ചെയ്യും. 2,40,000 വരെ ലോൺ കിട്ടും. അതെ. റീപ്ലേസ് ആയിട്ടൊന്നും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കസ്റ്റമർ ട്രാക്ക് ബെറ്റർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പൈസയും വാങ്ങാതെ നമുക്ക് ഈ വണ്ടി അവർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ. അല്ല റീപ്ലേസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ? ഗ്ലാസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് 2023 ഗ്ലാസ് മാറി എന്ന് വിചാരിച്ച് ഫ്രണ്ട് തട്ടണമെന്നില്ല. അപ്പോൾ പിക്കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും വന്ന് തട്ടിയാൽ തന്നെ അത് പൊട്ടിപ്പോവും. അത് ഈ കൊമേഴ്സ്യൽ വെഹിക്കിളിനെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമല്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ഇടിച്ച വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ഫ്രണ്ട് വലിയ ഇടിച്ച ചെറിയ ചെളുക്കൊക്കെ വരാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഫ്രണ്ട് ഇടിച്ച വണ്ടിയാണ് നമ്മൾ എടുക്കത്തുമില്ല. മേജർ ആക്സിഡൻ്റ് ഒന്നും ആ വണ്ടിക്കത്തില്ല. അടുത്ത ഇത് 2022 2-ാം മാസം വണ്ടിയാണ്. ഇൻസുലേറ്റഡ് ബോഡിയാണ്, സുരക്ഷാ ബോഡി. 60 ബോക്സ് കയറാവുന്ന ഇൻസുലേറ്റഡ് ബോഡിയാണ്. സുരക്ഷയുടെ ആണ് ബോഡി. ഇത് 2022 2-ാം മാസം ദോസ്ത് പ്ലസ് AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് കിലോമീറ്റർ ജെനുവിനാണെന്ന് ചോദിച്ചപ്പോൾ ഉള്ള മറുപടി പറഞ്ഞ അതാണ്. 2022 വണ്ടി 1,20,000 കിലോമീറ്ററാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കും, അങ്ങനെ തന്നെ വിൽക്കുകയും ചെയ്യും. അതിനകത്തൊരു വ്യത്യാസവും വരത്തില്ല. എത്ര ചോദ്യം? ഇതിൻ്റെ വില 7,70,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിനകത്ത് എനിക്ക് കയറാൻ പറ്റില്ല, സ്ഥലമില്ല. അതുകൊണ്ട് വെളിയിൽ നിന്ന് എടുത്ത്. ഇൻസൈഡഡ് ബോഡിയാണ്. ഇൻസൈഡഡ് ബോഡി പൊതുവെ എല്ലാവർക്കും അറിയാം എന്താണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാം. സുരക്ഷാ ബോഡിയാണ്, സുരക്ഷയുടെ ആണ് ബോഡി. 2 ടയർ പുതിയുണ്ട്, 2 ടയർ ഹാഫ് ടയർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത്. ടെസ്റ്റ് 2026 2-ാം മാസം വരെ ടെസ്റ്റ് ഉണ്ട്. ഈ ടയേഴ്സ് മാറി കൊടുക്കൂ? അല്ല, ബാക്കിൽ 2 പുത്തൻ ടയർ ഉണ്ട്. ഇത് ഒരു ഹാഫ് ടയർ ഉണ്ട്. അത് ഞാൻ 2 ടയർ പുതിയ 2 ഹാഫ്, ബാക്കിൽ 2 പുത്തൻ ടയർ അടക്കുന്നത്. ടയറൊക്കെ നല്ല ടയറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ വില 7,70,000 രൂപയാണ്. ഇതിന് ഏതാണ്ട് 7 രൂപ 7.5 വരെ ഫിനാൻസും കിട്ടും. ഫുൾ ഫിനാൻസ് ഉള്ള വണ്ടികളുണ്ട്. ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടികളുണ്ട്. കൊമേഴ്സ്യൽ വെഹിക്കിൾ ഇങ്ങനെ ബൊലേറോ, ദോസ്ത് ആ കാറ്റഗറിയിൽപ്പെട്ട വണ്ടികൾക്കൊക്കെ ഏകദേശം ഫുൾ എമൗണ്ട് ഫിനാൻസ് കിട്ടും. അടുത്ത ഇത് 2016 ബൊലേറോ മാക്സി ട്രക്ക് പ്ലസ് ആണ്. പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന ടൈപ്പ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം പുതിയത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ടയർ 2 പുതിയ ഇട്ട് കൊടുക്കാം. 2 ടയറത്തിൽ കുറവുണ്ട്, 2 ടയർ പുതിയ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വില നമ്മൾ 4,20,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിനും ഏകദേശം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ എമൗണ്ട് ഫിനാൻസ് കിട്ടും. നമ്മൾ ടെസ്റ്റ് വർക്കിന് വേണ്ടി ചെയ്തിട്ടേക്കാണ്. അത്യാവശ്യം പണി കഴിഞ്ഞു. പണി ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി നമ്മൾ കസ്റ്റമർ വന്നാൽ ഒരു അഡ്വാൻസ് വാങ്ങിയിട്ട് പിറ്റേ ദിവസം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്ക് ടയർ മൊട്ടയാണോ? അല്ല, അതാ 2 ടയർ പുതിയ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞതേ.
ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്ത് ബാക്ക് ഇട്ടിട്ട് ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഇട്ട് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? എത്ര? ഇതിൻ്റെ വില 4,20,000 രൂപ വിലയാണ്. ഏകദേശം ഫുൾ ഫിനാൻസ്, ഫുൾ എമൗണ്ട് ഫിനാൻസ് ഈ വണ്ടിയും കിട്ടും. ഇതും ബൊലേറോ പിക്കപ്പാണ്. 2018 1.7 ആണ് വണ്ടി. 1.7 ആണ്. സിംഗിൾ ഓണർ. അത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, ഈ വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഈ പച്ചക്കറിയുടെ ഓട്ടോ ഓടുന്ന വണ്ടിയായിരുന്നു. ഇവിടെ തന്നെ ഉള്ളതല്ലേ? ഇവിടെ കൊല്ലത്ത് തന്നെ പച്ചക്കറിയുടെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം ബോഡിയൊക്കെ കാണാൻ സ്ട്രോങ് ആയിട്ട് പണിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ബോഡി കോട്ടാർ ബോഡി പണിഞ്ഞേക്കുന്നതാണ്. ഇത് വലിയ വണ്ടിയല്ലേ? മൈലേജ് 1.7 ആണ് ഈ വണ്ടി. ഇത് മൈലേജ് ഇതിന് 10 ആണ് മൈലേജ്. 10? അതെ. അതായത് ലോഡ് എടുത്തുകൊണ്ട്? അതെ. നല്ല ടയറുണ്ട്. ഇതിൽ മാറി കൊടുക്കേണ്ട ടയർസ് എല്ലാം ഉണ്ടോ? അല്ലല്ല, ഇതെല്ലാം നല്ല ടയർ അടക്കണം, പുതിയ ടയർ അടക്കണം. എല്ലാം പുതിയ ടയർ അടക്കണം ഈ വണ്ടിക്കകത്ത്. എത്ര ചോദ്യം? ഇതിൻ്റെ വില 6 ലക്ഷം രൂപയാണ് വില. 6 ലക്ഷം രൂപയും ഈ വണ്ടിക്ക് ലോൺ കിട്ടും. ഏതൊക്കെ കമ്പനിയാണ് അപ്പോൾ ഈ ഫുൾ ലോൺ കിട്ടുന്നത്? ഏകദേശം ഇപ്പോഴത്തെ രീതിക്ക് മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ ഏകദേശം എല്ലാ വണ്ടികൾക്കും ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും? അതെ. അതുപോലെ മഹീന്ദ്രയുടെ ഞാൻ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് പറയുന്നത്, പിക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ലൈലൻ്റെ വണ്ടികൾക്കും ഏകദേശമൊക്കെ ഫുൾ ലോൺ കിട്ടും. അതെ. ഇതിൻ്റെ ചോദ്യം എത്രയായിരുന്നു? ഇതിന് 6 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. 6 ലക്ഷം രൂപ ലോൺ കിട്ടിയ വണ്ടിക്ക്. 6 ലക്ഷം രൂപ തന്നെ കിട്ടുകയും ചെയ്യും. ഇതുകൂടാതെ നമ്മുടെ സുപ്രോ, ഇതുകൂടാതെ നമ്മുടെ 2017 സുപ്രോ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത 2 വണ്ടി കിടപ്പുണ്ട്. അതെല്ലാം ടെസ്റ്റ് വർക്ക് പണി നടക്കുകയാണ്. അതുപോലെ 2018 ഫ്രണ്ട് പ്ലേറ്റ് വരുന്ന ടൈപ്പ് സൂപ്പർ കിടപ്പുണ്ട്, അതും വർക്ക് നടക്കുകയാണ്. സൂപ്പർ ഏസ് 2018 കിടപ്പുണ്ട്. ട്രാവലർ 2013 പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി കിടപ്പുണ്ട്. ഇതെല്ലാം വർക്ക്ഷോപ്പിൽ പണി നടക്കുകയാണ്. ഈ പണി നടക്കുക എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് വർക്കാണ്. ടെസ്റ്റിനുള്ള വർക്കുകൾ ചെയ്ത് തീർത്ത് ഫിനിഷ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവിടാൻ പറ്റും. എന്നിട്ട് കസ്റ്റമർ വന്ന് നമ്മൾ കാണിച്ച് വണ്ടി ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ അന്നേരം ചെയ്യത്തേ ഉള്ളൂ. ഓൾമോസ്റ്റ് ടെസ്റ്റിനുള്ള എല്ലാ വർക്കും ചെയ്തിട്ടായിരിക്കും നമ്മൾ കടലോട്ട് ഇടുന്നത്. അപ്പോൾ 8-9 വണ്ടിയോളം വർക്ക്ഷോപ്പുകളിലായിട്ട് പെയിൻറ്റിങ്ങിലായിട്ട് കിടപ്പുണ്ട്. പിന്നെ സുപ്രോ ഉണ്ട്. 2017 2 സുപ്രോ ഉണ്ട്, 18 സുപ്രോ ഉണ്ട്, 18 സൂപ്പർ ഏസ് ഉണ്ട്, 13 മാക്സിമം പ്ലസ് കിടപ്പുണ്ട്, അതും വർക്ക് കിടക്കുന്നുണ്ട്. 14 ഇനി ഒരു മാക്സിമം പ്ലസ് കിടപ്പുണ്ട്, അതും വർക്ക് കിടക്കുകയാണ്. വേണ്ടവർക്ക് ഇപ്പം ഇത് കാണാത്ത ഇപ്പം ഈ പറഞ്ഞ വണ്ടികൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. എല്ലാ വണ്ടികൾക്കും വിളിക്കാം. ഞാൻ ഈ പറയുന്ന ഉള്ള വണ്ടികളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ അല്ലാതെ പറയുന്നതൊന്നുമല്ല. അതുപോലെ ആപ്പ് 2018 കിടപ്പുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ വണ്ടിയാണ്. പിന്നെ മിനി വാൻ 2014 കിടപ്പുണ്ട്. പിന്നെ വേറെ കാര്യം, ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾക്ക് ഇപ്പൊ വാറണ്ടി ഇത്ര മാസത്തേക്കുള്ള ഒരു വാറണ്ടി അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒരു വണ്ടിക്കും ഒരു വാറണ്ടിയും കൊടുക്കത്തില്ല. കാരണം നമ്മൾ പൊതുവേ പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ പൊതുവായിട്ട് മോട്ടാറിനെ മോശമാക്കി പറയുന്നതല്ല, ഈ മനുഷ്യനൊക്കെ വളരെ മോശമാണ് മോട്ടാറിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന കണക്ക്. ഇപ്പോൾ നല്ല കൂറിലായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ ചിലപ്പോൾ കൂറ് മാറുമായിരിക്കും. അത് പൊതുവേ ഒരു തത്വമാണ്. മനുഷ്യനൊക്കെ വളരെ മോശമാണ് ഇവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പോലെ. പക്ഷേ എങ്കിലും ഞാനിവിടെ 1500 കിലോമീറ്റർ ഓടിയ ദോസ്ത് കൊടുത്തിട്ടുണ്ട്, അതിന് ഞാൻ വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. അത്രയും കുറച്ച് ഓടിയിട്ട് ഞാൻ വാറണ്ടി പറയത്തില്ല. നമ്മൾ വണ്ടി നിലവിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് നിലവിൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന വർക്കുകൾ നമ്മൾ ചെയ്യും. അത് ചെയ്യാവുന്ന മാക്സിമം വർക്കുകൾ ചെയ്ത് 100% നമ്മളൊരു വണ്ടിക്കും പറയുന്നില്ല. നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഏത് മെക്കാനിക്കൽ വേണമെങ്കിലും ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് വണ്ടി ഓടിച്ചു നോക്കാം. നമ്മൾ മറ്റുള്ള പിന്നെ അവർക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കാം. 10, 15, 20, 25, 50 കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ല നമ്മൾ മറ്റുള്ളവർ പറയുന്ന കണക്ക് ഓടിക്കുന്നത് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമ്പ്രദായമൊന്നുമല്ല. എത്ര വേണം ഓടിക്കാം. 50 കിലോമീറ്റർ എത്ര കിലോമീറ്റർ അല്ല, അതിനുള്ള സപ്പോർട്ട് അതാണ് ഞാൻ പറയാം, അതിനുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കും. 50 കിലോമീറ്റർ ഓടിച്ച വണ്ടി ഇതിന് വേണ്ടി അത് എടുക്കാൻ വരുന്ന കസ്റ്റമർ അല്ല, ചുമ്മാ നോക്കാൻ വരുന്ന കസ്റ്റമർ അല്ല, ആവശ്യക്കാരനായ കസ്റ്റമർ വന്നാൽ നമ്മൾ അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനുള്ള എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്യും. പിന്നെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി കാണിക്കാനുള്ള സമ്പ്രദായം അല്ല പറയുന്നത്. ആ മെക്കാനിക്കിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ വെച്ച് നോക്കിയിട്ട് വണ്ടി ഓടിച്ച് നോക്കണേ, എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ച് നോക്കാം. അതിനകത്ത് അന്നേരം അവരെന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ബോധ്യമാവുന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് അപ്പോഴും ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കൊടുക്കാം. ചെയ്തു ആ കംപ്ലയിൻറ്റ് മാറ്റി നമ്മൾ കൊടുക്കും.
ആ ഒരു ഗ്യാരണ്ടിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അതുപോലെ പേപ്പർ സംബന്ധമായ ഗ്യാരണ്ടി നമ്മൾ ചെയ്യാൻ പറ്റും. അല്ലാതെ മോട്ടാറിനകത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ഗ്യാരണ്ടി ആയിട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു വണ്ടിക്കും 100% ഞാൻ പറഞ്ഞില്ല, 1500 കിലോമീറ്റർ ഒരു ദിവസം നമ്മൾ കൊടുത്തിട്ട് പോലും ഞാൻ 100% നമ്മൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം മോഡൽ അനുസരിച്ച് ഒരു 80-85% ഓക്കെ ആയിരിക്കും നമ്മുടെ എല്ലാ വണ്ടികളും. അത്രയും നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലപോലെ പണിയെടുത്ത് വൃത്തിയാക്കി ടെസ്റ്റിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ വന്ന് ഞാൻ ചോദിച്ചു വാറണ്ടി ഉണ്ടോന്ന്. വാറണ്ടി ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് എടുക്കുക. അതാണെന്നും വിരോധമില്ല. 50 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ഓട്ടിച്ച് നോക്കി ചെക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങൾ അദ്ദേഹം തന്നെ ഇവിടെ ചെയ്തു തരാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജെനുവിനായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു ഇത് പറയില്ലല്ലോ. 50 കിലോമീറ്ററോളം നിങ്ങൾ ഓട്ടിച്ച് നോക്കൂ എന്നിട്ട് വന്ന് എടുത്താൽ മതി എന്ന് പറയണമെങ്കിൽ ജെനുവിനിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പം ഞാൻ 3-4 വട്ടമായിട്ട് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുള്ളിയെ നേരിട്ട് അറിയാം. പക്ഷേ വണ്ടികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലല്ലേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല കൊമേഴ്ഷ്യൽ വണ്ടികൾ ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്ന് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് നമ്മൾ എടുത്തു എന്നെങ്കിലും പറഞ്ഞ് ഒന്ന് കമൻ്റ് ഇട്ടാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും. കാരണം നമ്മൾ വന്നിട്ട് വണ്ടികൾ പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഇവിടുന്ന് കമ്മീഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മൾ വരുന്നതിന് പ്രയോജനം ഉണ്ടെന്നുള്ളത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ നല്ല നല്ല വണ്ടികൾ കിട്ടി എന്നറിയുന്നതിലും സന്തോഷം. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല വണ്ടികൾ കാണിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.